സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ കഴിക്കാത്തവരെ വെജിറ്റബിൾ കഴിപ്പിക്കാൻ വേണ്ടി ഒരു സൂത്രപ്പണി ചെയ്താലോ? അത് എങ്ങനെയെന്നല്ലേ, നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒന്നുമില്ലെങ്കിലും വെജിറ്റബിളിൻ്റെ വിറ്റാമിൻ അവരുടെ ശരീരത്തിൽ എത്തും, തീർച്ചയാണ്. അതിന് ആദ്യമായി 1/2 കിലോ ചിക്കൻ എടുത്ത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാം. ഇത് ചിക്കനോ മട്ടണോ എന്തെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിലുള്ളവർ ഏത് മീറ്റാണോ കഴിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുക. അതിൻ്റെ ഒന്നിച്ച് തന്നെയാണ് വെജിറ്റബിളും ഇടേണ്ടത്. അതിനുശേഷം നമുക്ക് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഇതിന് വ്യത്യസ്തമായ ഒരു സാധനം പച്ചക്കായയാണ്. ഇതിൽ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. വെജിറ്റബിൾ ഉടച്ചു കൊടുത്താൽ ഇതിൽ എന്താണ് ഇട്ടത് എന്ന് മനസ്സിലാവില്ല. ഇനി ഞാൻ എടുത്തത് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു പച്ചക്കായ നേന്ത്രക്കായയാണ് ഞാൻ എടുത്തത്. 2 പച്ചമുളക്, ഒരു സവാള മുറിച്ചത്, പിന്നെ എടുത്തത് ഒരു തക്കാളി മുറിച്ചത്, 1/4 പിടി മല്ലിയില, 2, 3, 4 ചെറിയ ചുവന്നുള്ളി, 5-6 വെളുത്തുള്ളി, ഇവയെല്ലാമാണ് ഞാൻ എടുത്തത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇവയെല്ലാം കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എടുത്ത എല്ലാതും കൂടി ഒന്നിച്ചാണ് ഇടേണ്ടത്. ഇനി 1/2 മുറി തേങ്ങ ചിരകിയത് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങയൊന്ന് നല്ലതുപോലെ ചുവന്നു വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടണം.
ഇവിടെയെല്ലാം പച്ചമണം മാറി എന്ന് കണ്ടാൽ സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ചിക്കനും വെജിറ്റബിളും അരച്ച് വെച്ച മസാലയും എല്ലാം കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 4 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പുളിനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. വെജിറ്റബിൾ എല്ലാം വെന്ത ശേഷം അരച്ചൊഴിക്കുന്ന കറിയേക്കാൾ വ്യത്യസ്തമായ രുചിയാണ് ഇവയെല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് വേവിക്കുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് വറുത്തിടാം. ഞാൻ 1 ടീസ്പൂൺ പശുവിൻ നെയ്യിൽ കുറച്ച് ചെറിയ ചുവന്നുള്ളിയാണ് വറുത്തിട്ടത്. ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് നിങ്ങളും ഒന്ന് നോക്കൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.